താങ്കൾ പറഞ്ഞത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞ ഉടനെ താങ്കൾ അതിനെ അത് എന്റെ താല്പര്യം. എനിക്ക് എല്ലായിടത്തും ഒരൊറ്റ സ്വഭാവമേ ഉള്ളൂ. ഞാൻ വസ്തുതയുടെ പക്ഷത്തെ വണ്ണം തലച്ചോറിൽ ഉള്ളത് കൊണ്ട് ചിലര് പറയുമ്പോൾ താങ്കൾ ഒന്നും പറയില്ല. അല്ല, ഭൂരിപക്ഷ വർഗീയതയാണ് ഏറ്റവും അപകടം. എന്താണ് പറഞ്ഞത് അഭിലാഷേ? ഭൂരിപക്ഷ വർഗീയതയാണ് ഏറ്റവും അപകടം. അല്ല, മുഴുവൻ പറയുന്നത് കേൾക്കൂ. അതിനുശേഷം അദ്ദേഹം പറയുന്നു വർഗീയ സംഘർഷങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ് ഈ രണ്ട് വർഗീയ ശക്തികളും ആഗ്രഹിക്കുന്നത്. ഈ രണ്ട് വർഗീയ ശക്തികളും പരസ്പരം ശക്തിപ്പെടുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്ന് പരസ്പരം ശക്തിപ്പെടുകയാണ്. ഇവരുള്ളിന്റെ ഉള്ളിൽ സന്തോഷിക്കുകയാണ്. കാരണം പരസ്പരം ശക്തിപ്പെടാനുള്ള പ്രവർത്തനമാണല്ലോ നടത്തുന്നത്. രണ്ടു കൂട്ടരും വർഗീയ സംഘർഷത്തിലൂടെ സംഘടന വളർത്താൻ ശ്രമിക്കുകയാണ്. ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയതയെ ശക്തിപ്പെടുത്തുന്നുണ്ട്. എല്ലാം പറഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ അഭിലാഷോട് ഒരു അപേക്ഷയുണ്ട്. ഈ മാതൃഭൂമി എന്നുള്ള ചാനലിൽ വന്ന ആങ്കറിന്റെ സ്ഥാനത്ത് ഒന്നുകിൽ നിങ്ങൾ ഇറങ്ങി നിന്ന് ആ സ്ഥാനത്ത് വേറൊരാളെ ഇരുത്തണം, അല്ലെങ്കിൽ ബാക്കിയുള്ള രണ്ടുപേർക്ക്. മൂന്നാമതാളെ കുറിച്ച് പറയുന്നില്ല, അയാൾ നിഷ്പക്ഷമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അവർ പറയുമ്പോൾ ആങ്കർ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? നിങ്ങൾ പറയുന്ന കൊള്ളാം എന്ന് പറയാനല്ല, ന്യൂനപക്ഷ വർഗീയത കൊള്ളാം എന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇടപെട്ടത്. ആ സഹോദരി പറഞ്ഞപ്പോൾ എനിക്ക് ഇടപെടേണ്ട ഇടങ്ങളിലൊക്കെ ഇടപെട്ടു. 90% പേരും കേരളത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളിൽ 90% പേരും മറച്ചു ചെയ്തത് ഒരു വിഭാഗത്തിലേതാണെന്ന് ആ സഹോദരി പറഞ്ഞതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? എനിക്കതിൽ ഡാറ്റ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കാത്തത്. അവർ രണ്ട് കൊലപാതകങ്ങളും ഒരുപോലെ അല്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളുടെ തകരാറ്. അല്ല, എനിക്ക് ഡാറ്റ ഇല്ല. പക്ഷേ എം വി ഗോവിന്ദൻ എന്തു പറഞ്ഞു എന്നുള്ളത് ഞാൻ കേട്ടതാണ്. അതിൽ എനിക്ക് ഡാറ്റ ഉണ്ട്. അല്ലല്ല, താങ്കൾ പറഞ്ഞ കള്ളത്തിൽ നിന്ന് പിന്മാറല്ലേ? ഇവിടെ ചർച്ചയിൽ വന്നിരുന്ന ആളുകൾ പറയുന്ന തോന്നിയാസങ്ങളൊക്കെ അംഗീകരിക്കാൻ അല്ല ഞാൻ ഈ ഉടുപ്പൊക്കെ ഇട്ട് കസേരയിൽ ഇരിക്കുന്നത്. അതിപ്പോ ആര് പറഞ്ഞാലും അതുകൊണ്ടാണ് നല്ല അന്തസ്സായിട്ട് പ്രകാശ് ബാബു ആങ്കറുടെ പണിയെടുക്കുന്നത്. ആ, നിഷ്പക്ഷമായിട്ടാണ്. നിഷ്പക്ഷത എന്ന് പറയുന്നത് എന്താണ്? ആരെങ്കിലും ഒക്കെ വന്ന് പറയുന്ന കള്ളങ്ങളൊക്കെ ശരി എന്ന് പറയലാണ് നിഷ്പക്ഷത. അങ്ങനെ വിചാരിക്കല്ലേ. മാതൃഭൂമിയുടെ കാര്യമൊന്നും താങ്കൾ പറയേണ്ട, അത് ഞാൻ പറഞ്ഞോളാം. അത് മാതൃഭൂമിയുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞോളാം. താങ്കൾ അവിടെ വന്നിരുന്ന് പറയാൻ ഇല്ലാത്ത കാര്യങ്ങൾ, കള്ളങ്ങൾ പറഞ്ഞാൽ ഞാൻ ഇടപെടും. അത്രേ ഉള്ളൂ. അത് ആര് പറഞ്ഞാലും ഇടപെടും. അത്രേ ഉള്ളൂ. അപ്പൊ താങ്കൾ പറഞ്ഞത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞ ഉടനെ താങ്കൾ അതിനെ അത് എന്റെ താല്പര്യം. എനിക്ക് എല്ലായിടത്തും ഒരൊറ്റ സ്വഭാവമേ ഉള്ളൂ. ഞാൻ വസ്തുതയുടെ പക്ഷത്തെ വണ്ണം തലച്ചോറിൽ ഉള്ളത് കൊണ്ട് ചിലര് പറയുമ്പോൾ താങ്കൾ ഒന്നും പറയില്ല. അല്ലല്ല, പറയുമ്പോൾ താങ്കൾക്ക് ഉണ്ടാകില്ല. ആ മീഡിയ സംസ്കാരം ഇവിടെ വേണ്ട. എനിക്കൊരൊറ്റ സംസ്കാരമേ ഉള്ളൂ. എന്റെ സംസ്കാരം മതനിരപേക്ഷതയ്ക്കൊപ്പമാണ്. എന്റെ സംസ്കാരം എല്ലാ കൊലപാതകങ്ങളെയും എതിർക്കുന്നതാണ്. എന്റെ സംസ്കാരം വർഗീയതയ്ക്കെതിരാണ്. അതേത് കാലത്തും ഞാൻ എവിടെ ഇരുന്നാലും എനിക്കൊരൊറ്റ സംസ്കാരമേ ഉള്ളൂ. എനിക്കൊരൊറ്റ സംസ്കാരമേ ഉള്ളൂ. അതെല്ലാ വർഗീയതയ്ക്കെതിരാണ്. ഒരു പാനലിസ്റ്റ് വന്നിരുന്ന് ഒരാൾ പറയാത്ത കാര്യം പറഞ്ഞാൽ ഞാൻ ഇടപെടും. ശ്രീ പ്രകാശ് ബാബു, അത് താങ്കൾ കണ്ണുരുട്ടി കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടേ പോകും. എവിടെ നിന്നും ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്. അങ്ങേക്ക് അറിയാമല്ലോ. ഇവിടെ എല്ലാവരുടെ കാര്യത്തിലും എല്ലാവരുടെ കാര്യത്തിലുണ്ട്. എല്ലാവരുടെ കാര്യത്തിലുണ്ട്. അതൊക്കെ കേൾക്കുന്ന ജനങ്ങൾ തീരുമാനിച്ചോട്ടെ. ഡാറ്റയില്ല. ആ സഹോദരി ഡാറ്റ ഇല്ല. ഞാൻ പരിശോധിച്ചതിന് ശേഷം പറയാം. അല്ലല്ല, അങ്ങനെയാണെങ്കിൽ ശരി, അതിന് ഡാറ്റ താങ്കൾ അല്ല വേണ്ടെന്നേ. എന്റെ കയ്യിൽ ഡാറ്റ ഇല്ല. നിങ്ങൾ പറയൂ, അങ്ങ് പറയൂ ഡാറ്റ. ശരി, അല്ലല്ല പറയൂ. താങ്കൾ അല്ല ശരി, അല്ലല്ല, നമുക്ക് ആ വിഷയത്തിൽ നിന്ന് പോകരുത്. താങ്കൾ ഡാറ്റ താങ്കൾ ഇടപെടിയല്ലേ? ഇല്ല, താങ്കൾ ഡാറ്റ പറയും. 90% വെടിവെക്കുകയല്ലേ? ഇല്ല, ഒറ്റ സെക്കൻഡ്. ഞാൻ പറയുമ്പോൾ വെടിവെക്കല്ല. ഞാൻ അങ്ങേക്ക് നിർബാധം നിർവഹിക്കാനുള്ള സമയം തരാം. പക്ഷെ പറയേണ്ടത് ഈ കാര്യമായിരിക്കണം. എന്റെ കയ്യിൽ റാലിയ പറഞ്ഞ കാര്യത്തെ കൗണ്ടർ ചെയ്യാനുള്ള ഡാറ്റ ഇല്ല. ഈ 90% മുസ്ലിം നാമധാരികളാണെന്ന് അവർ പറയുന്നു. എനിക്കറിയില്ല, അവർ പറയുന്നു. അതിനെ കൗണ്ടർ ചെയ്യാൻ താങ്കളുടെ ഡാറ്റ പ്രസന്റ് ചെയ്തോളൂ. നോ പ്രോബ്ലം, ഞാൻ ഇടപെടില്ല. അഭിലാഷേ, ഞാൻ പറയുമ്പോ താങ്കൾ കാര്യം ഇടപെട്ടതാണല്ലോ.
ഇത് പറയൂ, ഈ കാര്യം പറയൂ. ഓക്കെ, ഭൂരിപക്ഷ വർഗീയതയാണ് അപകടം. അല്ലല്ല, ഭൂരിപക്ഷ വർഗീയ അപ്പൊ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്, എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. അപകടം എന്ന് പറഞ്ഞാൽ തലയിൽ ആൾതാമസമുള്ള ഒരു സെക്കൻഡ് ഇപ്പോ റാനിയ പറഞ്ഞു 90% ആ പരിപാടി വേണ്ടട്ടോ. ഞാൻ അവിടെയാ താങ്കൾ കാര്യത്. ഭൂരിപക്ഷ വർഗീയതയാണ് ഏറ്റവും അപകടം. അല്ല, അത് പറയാം. ഇപ്പൊ താങ്കൾ പറഞ്ഞത് 90% മുസ്ലിം നാമധാരികളാണ് എന്ന് പറഞ്ഞതിൽ എന്റെ കാര്യം അല്ല, എന്റെ കയ്യിൽ ഡാറ്റ ഇല്ലെന്ന് പറയുമ്പോൾ താങ്കൾ പറഞ്ഞു ഞാൻ മുട്ടിലെഴിഞ്ഞു എന്ന്. താങ്കൾ ഡാറ്റ പറയുന്നേ. അത് തന്നെയാ ഞാനും പറയുന്നത്. ശരി, താങ്കൾ ഡാറ്റ പറഞ്ഞോ, അപ്പൊ ഞാൻ കേൾക്കാൻ ഇവിടെ ഇരുന്ന്. ഞാൻ പറയട്ടെ അഭിലാഷേ, പറയൂ. നിന്റെ അമ്മൂമ്മയുടെ ശവം എപ്പോഴാ പുറത്തേക്ക് കെട്ടിയിരിക്കണെന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. ഇനി നിനക്ക് എന്താ അറിയണ്ടേ? ഞാനാണോ പെണ്ണാണോ എന്നറിയില്ല.